ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ മഞ്ഞളുങ്ങയിൽ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ച റോഡ് പറഞ്ഞ സമയത്ത് തുറക്കാൻ കഴിയാതായതോടെ യാത്രക്കാർ വലഞ്ഞു. റോഡ് തുറന്നുവെന്ന് കരുതി തിങ്കളാഴ്ച രാവിലെ എത്തിയ യാത്രക്കാർ കുടുങ്ങി. ഇവർ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധമുയർത്തി. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഓങ്ങല്ലൂരിൽ ശനിയാഴ്ച വൈകുന്നേരം മുതലാണ് ഗതാഗതം നിരോധിച്ച് റോഡ് പൊളിച്ചത്. തിങ്കളാഴ്ച രാവിലെ തുറക്കുമെന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. ഇതോടെ രാവിലെ ഇവിടെ എത്തിയ യാത്രക്കാർ വെട്ടിലായി. ജനങ്ങളോട് അവർക്ക് കോലക്കടില്ല, അവർക്ക് കോലക്കടില്ല. എഞ്ചിനീയർ ഇത്ര കാലം പരിഹാരം കണ്ടെത്തല്ലാരും ഇനിയിപ്പോ ഒരു പരിഹാരം കണ്ടെത്തി ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കുറച്ച് മെറ്റൽ കൊണ്ടുപോകും. ഒരാളെ പഠിക്കാൻ പറ്റും. ഇങ്ങനെ പോയ പാലം പണി തീരുന്നതുവരെ തോടിന് കുറുകെ ബണ്ട് കെട്ടിയാണ് അപ്രോച്ച് റോഡ് നിർമ്മിച്ചത്. ശക്തമായ മഴ പെയ്തതോടെ തോട്ടിലൂടെ കുത്തിയൊലിച്ചു വന്ന വെള്ളം പോകാൻ കഴിയാതെ പാടത്ത് വലിയ തോതിൽ കെട്ടി നിൽക്കുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. ഇതോടെയാണ് അപ്രോച്ച് റോഡിനടിയിലൂടെ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഗതാഗതം നിരോധിച്ച് റോഡ് പൊളിച്ചത്. എന്നാൽ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ചെളിയടഞ്ഞ് വെള്ളം പോകാതായി. തിങ്കളാഴ്ച രാവിലെയായിട്ടും പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്ത് ബുദ്ധിമുട്ട് 4 വർഷമായി ഈ റോഡ് കുളപ്പുള്ളി നീള 4 വർഷം കൊണ്ടും ഇതുവരെ തീർന്നില്ല. ഒരു മാസം മുമ്പ് ഇത് പൊളിച്ചിട്ട പാല. അന്നൊന്നും ഇതിൻ്റെ പണി നടത്താൻ കോൺട്രാക്ടർക്ക് സമയം ഉണ്ടായില്ല. ആകെ 3 ആളെ വെച്ചുണ്ട്. ഇതിൽ സാധാരണക്കാരും ഓട്ടോറിക്ഷക്കാരും യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇത്രമാത്രം. റോഡ് തുറന്നുവെന്ന് കരുതി രാവിലെ ബസ്സുകളും ആളുകളും എത്തി. തുടർന്ന് ബസ്സുകൾ 2 ഭാഗത്ത് നിർത്തിയാണ് സർവീസ് നടത്തിയത്. മഴയിൽ വലിയ ചെളിക്കെട്ടിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് കുട്ടികളും രോഗികളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ നടന്നത്. ഇപ്പോഴറിഞ്ഞത് ബസ്സിലൂടെ ഇറങ്ങി ഇവിടെ നടന്നു. ഇവർക്ക് എന്താ അസുഖം? അമ്മ എന്താണ് അസുഖം? അമ്മക്ക് പ്രഷർ ഷുഗറൊക്കെ ഉള്ള ആളാണ്. പിന്നെ ഊരവയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബുദ്ധിമുട്ടായില്ലേ ചെളി? ബുദ്ധിമുട്ടായി നടക്കാൻ വയ്യ. ഓട്ടോറിക്ഷ പോകുന്നില്ലേ? ഇല്ല, ഓട്ടോറിക്ഷ പോവില്ലേ? ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഓട്ടോറിക്ഷ പോവില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? നമ്മളെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ? പിന്നീട് ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിട്ടു. വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ചെറു വണ്ടികൾ അങ്ങോട്ട് പോകുമ്പോ ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് നടക്കണോ? ഓർബില് ഒരു സൈഡ് പോകുമ്പോ വണ്ടിക്കാർ കുത്തിത്തിരക്കി പോയി. സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. ജനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന MLA-യെ തടയുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി പറഞ്ഞു. ഓങ്ങല്ലൂർ ഭാഗത്തുള്ള റോഡ് വർക്ക് തുടങ്ങിയിരുന്നു. അത് ഇന്ന് രാവിലെ പൂർത്തീകരിക്കുമെന്നാണ് പട്ടാമ്പിയിലെ MLA-യും ഉദ്യോഗസ്ഥരും കരാറുകാരനും അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെയും റോഡ് തുറന്നുകൊടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ആ റോഡിന് കുറുകെയായി പുതിയൊരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒന്നടങ്കം പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ആ തോടിന് കുറുകെ സമാന്തരമായിട്ട് വെള്ളം പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതുപോലും കേൾക്കാതെ അന്ന് സമാന്തരമായിട്ടൊരു റോഡുണ്ടാക്കി. പിന്നീട് മഴ പെയ്യുമെന്ന് അറിഞ്ഞിട്ടും ആ മഴക്കാലമായി മഴ പെയ്തതോടു കൂടിയിട്ട് വലിയ രൂപത്തിൽ വെള്ളം വരുന്ന തോടായിരുന്നു. ആ തോട് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് മഴക്കാലത്ത് തന്നെ അടുത്ത പണിയുമായിട്ട് ഇവർ വന്നത്. തീർച്ചയായിട്ടും പട്ടാമ്പി പരിസരത്തെ എല്ലായിടത്തും ഈ മഴക്കാലത്തിൽ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ജനങ്ങളും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികളും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പട്ടാമ്പി ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ കുട്ടികൾ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന എല്ലാ ബസ് സ്റ്റാൻഡുകളും പട്ടാമ്പിയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പൊളിച്ചിട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു, അതേപോലെ മറ്റുള്ള ആളുകളെ വിളിക്കുന്നു, ഒരു നാടകം സെറ്റ് ചെയ്യുന്നു. നാളെ പണി കഴിക്കണം, മറ്റന്നാൾ പണി കഴിക്കണം എന്ന് പറഞ്ഞ് MLA ഒരു ബൈറ്റ് കൊടുക്കുന്നു. അത് നാട്ടുകാരെ വിശ്വസിപ്പിക്കുന്നു. ഈ ഒരു രീതിയാണ് ഇത്രയും കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റമുണ്ടായിട്ട് അല്ലെങ്കിൽ MLA പറഞ്ഞ ഒരു കാര്യം ഈ നാളിതുവരെ
പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ആ സമയബന്ധിതമായിട്ട് ആ പണി കഴിപ്പിക്കാനോ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ പട്ടാമ്പി നിള IPT റോഡിൻ്റെ മന്ദഗതിയിലുള്ള ഈ പോക്കിനെതിരെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയും സമയബന്ധിതമായിട്ട് ഈ വർക്ക് പൂർത്തീകരിക്കാത്തതിൻ്റെ കാരണങ്ങളും ഈ വർക്കിലുണ്ടായ പാകപ്പിഴകളും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കാണുകയും അദ്ദേഹത്തിന് രേഖാമൂലം പരാതി നൽകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. അത് ഈ ദിവസം തന്നെ ഇന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് വലിയ വാഹനങ്ങളില്ലെങ്കിലും ഒരു 4 ചക്ര വാഹനങ്ങളെങ്കിലും കടത്തിവിടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളുടെ വഴി തടഞ്ഞ MLA യെ തീർച്ചയായും യൂത്ത് കോൺഗ്രസും തടയും. അതിനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 4 വർഷമായിട്ടും റോഡ് നവീകരണം പൂർത്തിയാകാത്തതിനാലും പലയിടങ്ങളിലും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതിനാലും പരാതികളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.